ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ബദ്ദൂസിൻ്റെ 7th ബർത്ത്ഡേ ആയിരുന്നു December 11th. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവൾക്ക് കൊടുത്തത് ഒരു ട്രിപ്പായിരുന്നു, ഒരു 4 days പട്ടായ ആൻഡ് ബാങ്കോക്ക് ട്രിപ്പ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്, മിന്നിച്ചേക്കണേ. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കട്ട പോസ്റ്റായി അവസാനം ഒരു 7 മണിയോളം ഞങ്ങൾ ആലുവയിലെത്തി. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് ഒരു വീഡിയോ എടുത്ത്, നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടി എടുത്ത വീഡിയോയിൽ ഈ ബദ്ദൂസ് എന്താ കാണിക്കാൻ നോക്കിയോ. ബദ്ദു, നീ എന്തുവാടാ ചെയ്ത് വെച്ചേക്കുന്നേ? ചെയ്ത് വെച്ചേക്കുന്നു ബദ്ദു, ഇതുവെല്ലാം വൈറലാവോടാ? ഇത് വൈറലാക്കും. സൂപ്പർ. ബദ്ദു എങ്ങോട്ട് പോകണം നമ്മള്? എന്തിനാ പോകണേ? ആരാ ഗിഫ്റ്റ്? അച്ഛാരാ? അപ്പം 11 മണിക്ക് ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോസ്റ്റായി. ഇരുന്ന് വേറെ ഇറങ്ങി. അവസാനം ബോർഡിംഗ് പോയിന്റിലെത്തി. നൈറ്റ് 2:10 ഫ്ലൈറ്റ്. അങ്ങനെ ബദ്ദൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ബദ്ദൂസേ, നിനക്കപ്പോൾ ഒന്നും തോന്നിയില്ലേ മക്കളെ? എനിക്കൊന്നും തോന്നിയില്ല. എന്ത്? ഞാനേ പോയിട്ടില്ല ഫ്ലൈറ്റില്, പക്ഷെ ഞാൻ TV കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ലതായിട്ട് അറിയാം. ആ TV ആദ്യം തല്ലി പൊട്ടിക്കണം. ബദ്ദൂസേ, എയർ ഹോസ്റ്റസ് കൊള്ളാല്ലേ ബദ്ദൂസേ? പക്ഷെ അമ്മ സുന്ദരി. പോയേ ബദ്ദൂസേ, അപ്പോൾ ഇതാണ് ഫ്ലൈറ്റ്. എടാ, നമ്മുടെ സീറ്റ് എവിടെയെന്നല്ലോ ഓർമ്മയുണ്ടോ നിനക്ക്? എനിക്ക് തോന്നി 11DEF ആണെന്ന്. 11DEF അല്ലേ? ശരി, നോക്കാം. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. സോറി, അതിൻ്റെ വീഡിയോ നേരെ എടുക്കാൻ പറ്റിയില്ല. ഇനി ഒരു 5 മണിക്കൂറുണ്ട് ട്രാവലിംഗ്. ബദ്ദൂസിനാണ് സൈഡ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. തായ്ലൻഡ് ടൈം നാളെ രാവിലെ, December 10th രാവിലെ ഒരു 7:30 നമ്മളവിടെ ലാൻഡ് ചെയ്യും. എത്തി സ്ഥലമെത്തി. അധികം എയർപോർട്ടൊന്നും കാണാത്തോണ്ടായിരിക്കും കേട്ടോ. ഈ എയർപോർട്ട് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നല്ല എയർപോർട്ട് കാണുമായിരിക്കും അല്ലേ ബദ്ദു? നമ്മുടെ ട്രിപ്പ് സെറ്റ് ചെയ്തിരുന്നത് കൊച്ചിയിലുള്ള റിപ്പിൾ ഹോളിഡേയ്സ് എന്നൊരു ടീമാണ്, സലീൽ ബ്രോയുടെ. അവരുടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. പുള്ളിയോട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ, എനിക്ക് നല്ലൊരു കാർ വേണം, നല്ല കംഫർട്ടുള്ളൊരു വണ്ടി വേണം. സോ ഇതാണ് നമ്മുടെ വണ്ടി, MG. ബദ്ദൂസേ, എങ്ങനെയാ വണ്ടി സെറ്റല്ലേ? സൂപ്പറാണ്. അച്ചു, എങ്ങനെയാ? എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്ന പട്ടായയിലേക്ക് ഏകദേശം 2 മണിക്കൂർ വണ്ടിയിലിരിക്കണം. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിറ്റി. ഇതിപ്പോൾ നമ്മൾ ബാങ്കോക്ക് സിറ്റി. സോറി, ഞങ്ങളുടെ ഡ്രൈവറിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ബദ്ദൂസേ, അങ്ങളുടെ പേരെന്താ? യെസ്, നോക്സ്. ഇന്നലെ ഉച്ചയ്ക്ക് ട്രെയിനിൽ കയറി കിടന്നുറങ്ങി. പിന്നെ രാത്രി എയർപോർട്ടെത്തി, ഫ്ലൈറ്റിൽ കയറി ഉറങ്ങി. ഇപ്പോൾ വീണ്ടും ഉറങ്ങേണ്ട അവസ്ഥ അല്ലേ ബദ്ദു? എന്തായാലും 2 മണിക്കൂർ എത്തും പട്ടായത്താൻ. എന്തെങ്കിലും കഥ പറഞ്ഞിരിക്കാന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് നോക്കിനും മനസ്സിലാവുന്നില്ല, നോക്സ് പറയുന്ന തായ് എനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള ട്രാൻസ്ലേറ്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഇടയ്ക്ക് പറക്കുന്നുണ്ട്. 85 കാണിക്കും, 110 കാണിക്കും. ഇവർ രണ്ടുപേരും ഉറങ്ങി. മോളും ഉറങ്ങി, അമ്മയും ഉറങ്ങി. ഞാൻ കുറേ നേരം ഇങ്ങനെ സിറ്റി കണ്ടുകൊണ്ടിരുന്നു. സിറ്റി മാത്രമേ കാണാനുള്ളൂ, വേറെ കളക്ഷൻസ് ഒന്നുമില്ല. രാവിലെ അല്ലേ, സമയമെടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ബദ്ദു എണീറ്റ് ആദ്യം എന്തു പറയും? ഒരു മാറ്റമില്ല. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു KFCയിൽ കൊണ്ട് വണ്ടി ചവിട്ടി. തായ് ബാത്ത് 400, അതായത് ഇന്ത്യൻ മണി ഏകദേശം 1200 രൂപയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് യൂസ്. നോക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം, ഇല്ലെങ്കിൽ ഇവളുമാരി കട മൊത്തം വാങ്ങും. അവിടെ നിന്ന് വണ്ടി നേരെ പോയി നിന്നത് ടൈഗർ പാർക്കിൽ. ബദ്ദൂസേ, ഇവിടെ എന്തിനാടാ നമ്മൾ വന്നേ? ടൈഗറിനെ കാണാൻ.
വലിയ ടൈഗറാ ചെറിയ ടൈഗറാ? ചെറുത് ഇപ്പോഴത്തേക്ക്. ഓ ശരി, അപ്പോൾ വലുത് പ്ലാനിലുണ്ടല്ലേ? ടൈഗർ കടിച്ച് എന്തായാലും ഒരു കുഴപ്പമില്ലെന്ന് ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്താവോ എന്തോ. അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ കുട്ടി ടൈഗറിനെ കാണാൻ പോവുകയാണ്. നമുക്ക് 3 പേർക്കുള്ള എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല എമൗണ്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഒരു ടൈഗർ കുട്ടിയുടെ അടുത്ത് പോകുന്നതിന് 900 ബാത്ത്, ഇന്ത്യൻ മണി ഏകദേശം 2700 രൂപയോളം വരും. അതാ കിടക്കുന്നു ബദ്ദുവിൻ്റെ വേട്ടമൃഗം. ബദ്ദു, അറ്റാക്ക്. അതെ മക്കളെ. നമ്മുടെ നാട്ടിലൊക്കെ എത്ര ടൈഗർ ഉണ്ട്? നമ്മുടെ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം 2 അല്ലെങ്കിൽ 3 ടൈഗർ. ഇവിടെ ഏകദേശം ഒരു 60-65 ടൈഗേഴ്സ് ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ അത്യാവശ്യം അവിടെ കറങ്ങി എല്ലാ ടൈഗേഴ്സിനെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എവിടെ ബദ്ദു? നേരെ പോയത് ടൈഗർ പാർക്കിൽ നിന്ന് മാക്സിമം ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. ഇവിടെ ഷോപ്പിംഗ് ആണ് മെയിൻ. പക്ഷെ പറയണമല്ലോ, എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നതിന് ചീപ്പായിട്ട് ഒന്നും കിട്ടില്ല. ഒരു കീ ചെയിൻ എടുത്താൽ പോലും 500 രൂപ 600 രൂപ. ഒരു ടീഷർട്ട് നോക്കിയാൽ പോലും 1000 രൂപ ഇന്ത്യൻ മണി ആവും. ബദ്ദു ഓരോ കടയുടെ മുന്നിൽ പോയി നിൽക്കും, ഞാൻ മൈൻഡ് ചെയ്യാതെ നടക്കും. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് ആയിരുന്നു ഇത്. ബദ്ദു, ഇതെന്താ ബദ്ദു ഇത്? നിനക്ക് ഇഷ്ടപ്പെട്ടാടാ? പക്ഷെ നീ ആദ്യം ഓടിക്കളഞ്ഞല്ലോ. അതാ എന്നെ വീഴാൻ പോയി. എപ്പോഴും നോക്ക്, ഇപ്പൊ നോക്ക. അയ്യോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒരു ബോട്ട് സർവീസും കൂടെ ഉണ്ട്, നല്ല രസം വരുന്നത്. അതായിരുന്നു നമ്മുടെ അടുത്തത്. ഒരുവിധം ബാലൻസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എപ്പോൾ വെള്ളത്തിൽ പോയെന്ന് നോക്കിയാൽ മതി. വല്ലപ്പോഴാണ് ക്യാമറാമാനെ സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ വീണ്ടും എന്നെ സിനിമയിലെടുത്തു. എന്തോ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല ഭംഗിയാണ് അല്ലേ അച്ചു? നിങ്ങളുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. തായ്ലാൻഡിൽ വന്നാൽ മസ്റ്റായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് ഇത്, മാംഗോ സ്റ്റിക്കി റൈസ്. പിന്നെ മുതലയുണ്ട്, തേളുണ്ട്, പുഴുണ്ട്, പുൽച്ചാടിയുണ്ട്. അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. അങ്ങനെ ഏകദേശം ഉച്ചയായപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഹോട്ടലിലേക്ക് പോയാൽ മതി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ബദ്ദു, ഹോട്ടലിൻ്റെ പേരെന്താ? ഗോൾഡൻ ബീച്ച് ഹോട്ടൽ. പൂളൊക്കെ ഉണ്ടല്ലോ, എല്ലാം സെറ്റാണ്. അപ്പം നമുക്ക് അടുത്ത പാർട്ടിൽ റൂം ടൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബൈ.